ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും കമൻറ്റിനും ഞാൻ റിപ്ലൈ തരലുണ്ട്. ഇനി കമൻറ്റിന് റിപ്ലൈ തരില്ല എന്ന് വിചാരിച്ചിട്ട് കമൻറ്റ് ഇടാതിരിക്കരുത് കേട്ടോ. അപ്പോൾ ചെറിയ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എൻ്റെ വീട്ടിലേന് കേട്ടോ. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മയൊക്കെ പോയി ഓരോ കൊണ്ടാക്കിയതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേനി. എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനില്ലേ. അപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നത്. കുട്ടികൾക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ വേഗം മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് പോകുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ വിരുന്നൊക്കെ പോയിട്ട് രാവിലെ കുട്ടികൾക്ക് മദ്രസക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കയ്യിൽ തരും. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോരുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഉമ്മല്ലല്ലോ, ഞാനും അനിയത്തി ഒറ്റക്കല്ലേനോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓളും രാവിലെ പോന്നിക്കണം, ഞാനും രാവിലെ പോന്നു. അപ്പോൾ ഐഫക്കുട്ടിനെ റിച്ചുവിനെ മദ്രസക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പിന്നെ മുറ്റത്ത് പത്രമൊക്കെ ഉണ്ടായിന് കേട്ടോ. 2 ദിവസമായില്ല നമ്മളിവിടെ ഉണ്ടായിട്ട്. അപ്പോൾ എങ്ങനെ അറിയില്ല, 3 പത്രം ഉണ്ടായിന് കേട്ടോ മുറ്റത്ത്. ഞാൻ 2 ദിവസമായിട്ടുള്ളൂ പോയിട്ട്. അപ്പോൾ അമ്മാണെങ്കിൽ പോയാൽ അന്ന് ഞാൻ എടുത്ത് വെക്കായിട്ടോ. എന്താണെന്ന് അറിയില്ല കേട്ടോ, 3 ഉണ്ടായിന്. എന്തായാലും ഞാൻ പത്രമൊക്കെ അകത്തേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ വേഗം മുറ്റടിച്ചു വാരിയിട്ടാണ് പിന്നെ കിച്ചണിക്ക് വന്നത്. അപ്പോൾ ഇനി മക്കൾ മദ്രസ ഇട്ട് വരുമ്പോഴത്തേന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നമ്മളെ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റാണ്. റാഗി സേമിയ ഉണ്ടല്ലോ, റാഗി സേമിയ വെച്ചിട്ട് പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. റാഗി നിങ്ങൾക്ക് അറിയാലോ, റാഗി നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വലിയവർക്കാണെങ്കിലും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് 1/2 കിലോൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അപ്പോൾ നല്ല വൃത്തിയിലുണ്ടാക്കുന്ന നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അത് അതിൽ എന്താ പറയുക, ലൂസായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക, കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ടുള്ള റാഗി സേമിയാണ്. റാഗി സേമിയ മാത്രമല്ല, ക്യാരറ്റ് സേമിയ ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ. കുടുംബശ്രീൻ്റെ ഉൽപ്പന്നമാണ്. നമ്മളെപ്പോലെയുള്ള വീട്ടമ്മമാർ നല്ല വൃത്തിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുകൊണ്ട് പുട്ട് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ അധികം വീഡിയോയിൽ കാണിക്കലുണ്ട്. ഇന്ന് ഞാൻ ചിരട്ടപ്പുട്ടായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള സേമിയ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചാണ്ട് ഇതിവിടെ കുതിരാനായിട്ട് വെക്കാം. പിന്നെ പുട്ടുക്ക് തേങ്ങ വേണമല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചിരകി വരുമ്പോഴത്തേന്, തേങ്ങ പൊളിച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ച് ചിരകിയൊക്കെ വരുമ്പോഴത്തേന് ഇത് കുതിർന്ന് കിട്ടും. ഈ റാഗി സേമിയ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുതിരും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കാരം. നേരെ മറിച്ച് ക്യാരറ്റ് സേമിയ ഉണ്ടല്ലോ, ക്യാരറ്റ് സേമിയ കുറച്ചൊരു ബലമുള്ള സൈസാണ് കേട്ടോ. കുറച്ച് ഒരു എന്താ പറയുക, 2-3 മിനിറ്റ് അധികം വെള്ളത്തിൽ കിടക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടുക. അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ വന്ന് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടോ. അപ്പോൾ നമുക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ ചോറൊക്കെ കുറച്ച് വേഗം ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുക്കിംഗ് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചോറും കൂട്ടാനും അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു തേങ്ങയൊക്കെ പൊളിച്ച് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ തേങ്ങ ചിരകുകയും ചെയ്ത് അപ്പോൾ തന്നെ ഇതാ നമ്മൾ റാഗി സേമിയൊക്കെ കുതിർന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാനത് ഓട്ടപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇനി ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഗ്യാസുമ്മൽ. വെള്ളം ചൂടാവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് പുട്ടുകുറ്റിക്ക് തേങ്ങയും നമ്മൾ റാഗി സേമിയൊക്കെ നിറച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ റാഗി സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാ പുട്ടുകുറ്റിയിലും ഈ പുട്ട് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്നിപ്പോൾ ഈ ഒരു ചെറിയ അച്ചിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടില്ല. ഇനി അപ്പോൾ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഏതായാലും കുക്കറത്തെ വെള്ളം ചൂടായിട്ട് വേണം. അപ്പോൾ അത്രയും സമയം വെറുതെ നിൽക്കണ്ടല്ലോ.
ഞാനല്ലെങ്കിൽ കിച്ചണിൽ വന്നാൽ അങ്ങനെ കേട്ടോ, ഒരു മിനിറ്റ് പോലും വെറുതെ കളയലില്ല അധികം. എന്താ പറയുക, ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്തുകൊണ്ടേ നിൽക്കും. എന്നാലും നമ്മൾ പണികൾ പെട്ടെന്ന് തീരും. മറ്റേത് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേന് ടൈം വെറുതെ വേസ്റ്റ് ആവൂലേ. ഇപ്പോൾ ടൈമില്ല കേട്ടോ വേസ്റ്റാക്കി കളയാൻ. അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ദിവസം ഇട്ട വീഡിയോ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ നിങ്ങളടുത്തേക്ക് വരിക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടുജോലിയും അതേപോലെ നമ്മളെ കുക്കിങ്ങും നമ്മളെ മക്കളെ നോക്കണം. നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ വീട്ടമ്മമാരാകുമ്പോൾ. എത്ര ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിലും എത്ര തിരക്കാണെങ്കിലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തേക്ക് എത്തിപ്പെടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ആ ലക്ഷ്യത്തേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് സമയമില്ലെങ്കിലും നമ്മൾ സമയം ഉണ്ടാക്കൂലേ. അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി ആവണം. ഇഷ്ടമല്ലാതെ ചെയ്യുന്ന ജോലിയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എത്ര സമയം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് കിട്ടൂല. അതിപ്പോൾ ഇനി വീട്ടുപണിയാണെങ്കിലും അങ്ങനെ തന്നെ, എന്തെങ്കിലും കുക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ചിലർ കുക്ക് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ചോറുണ്ടാക്കണം കറി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് പ്രാഗിയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ആസ്വദിച്ച് കുക്ക് ചെയ്ത് നോക്കി എന്തുണ്ടാക്കുകയാണെങ്കിലും, ഇനിയിപ്പോൾ ഒരു കഞ്ഞിവെള്ളം താളിപ്പാണെന്നുണ്ടെങ്കിലും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെയ്യുന്നത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ പുട്ടൊക്കെ റെഡിയായി തുടങ്ങിയിട്ടോ. ഞാനിതാ വാഴൻ്റെലൊക്കെ വിരിച്ചിട്ട് വാഴൻ്റെലേക്കാണ് കേട്ടോ പുട്ട് കുത്തി കൊടുത്തിട്ടുള്ളത്. വാഴൻ്റെലയിൽ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. വാഴൻ്റെല പിന്നെ നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു പഞ്ഞല്ലല്ലോ വാഴൻ്റെലക്ക്. പിന്നെ ഒന്നേറെ എന്താ പറയുക, ഇതിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ വാഴൻ്റെലേക്ക് ഇങ്ങനെ കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നണം കുട്ടികൾക്ക്. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെയൊക്കെ കാട്ടി കൂട്ടണത്. പിന്നെ റിച്ചുമോനും ഐഫക്കുട്ടി മദ്രസ ഇട്ട് വന്നിട്ടോ. അപ്പോൾ രാവിലെ പോയപ്പോൾ തന്നെ ചായ മാത്രം കുടിച്ചാൽ പോയത്. അപ്പോൾ നല്ല വിശപ്പുണ്ടാവും വരുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പുട്ടൊക്കെ ചുട്ട് ഓരോ മുന്നിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മദ്രസ നേരത്തെ വിട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ 9 മണിക്കാണ് മദ്രസ വിടൽ. ഇന്നിപ്പോൾ 8:30 ആയപ്പോൾ ഇതാ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐഫക്കുട്ടി പരതിക്ക് കറിയൊന്നും ഇല്ല അമ്മച്ചി എന്നാണ് കേട്ടോ ചോദിക്കണത്. അപ്പോൾ കറി ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കുറച്ച് പഞ്ചസാര കൊണ്ടല്ലാതെ എങ്ങനെയത് തിന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തു. അവൾക്ക് പറ്റാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ മൂക്കുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ വിശപ്പും ഉണ്ട് നല്ലോണം. അപ്പോൾ എന്ത് വിചാരിച്ചാണ് അവ വന്നത്. അപ്പം വല്ലാതെ പറ്റിയിട്ടില്ല കേട്ടോ. റിച്ചുമോന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓന് പിന്നെ പുട്ടുക്ക് കറിയൊന്നും വേണമെന്നില്ല, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഓനും ഉണ്ടാതെ ഇരുന്ന് കഴിച്ച് ഓൻ പോവും. ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. ഒരുപാട് സന്തോഷങ്ങൾ കമൻറ്റൊക്കെ വായിച്ചപ്പം. പിന്നെ ഉമ്മാനെയൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോട് ദുആ ചെയ്യാൻ പറയേണ്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഉമ്മയൊക്കെ അവിടെ എത്തിക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഫസ്റ്റ് തന്നെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. അവർക്ക് 8 മണിക്കാണല്ലോ ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ 8 മണിക്കല്ല കേട്ടോ ഫ്ലൈറ്റ് വന്നത്, കുറച്ച് ഡിലേ ആയിന്. 9:30 ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങാനും നേരം വൈകി. എന്നാലും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. നമ്മളവിടുത്തെ ഒരു 6:30 ആയപ്പോൾ ഒരു വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ. ആങ്ങളെ വിളിച്ചിട്ടുണ്ടായിന് ഒരു ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോ തന്നെ ഒരു കമൻറ്റ് ഉണ്ടായിന്, ഒരു ഹായ് തരുമോ ചോദിച്ചിട്ട്. റിംഷാദ് റിച്ചു എന്നുള്ള ID എന്നാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ഹായ് റിംഷാദ് റിച്ചുവിന്. അങ്ങനെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ കുറച്ച് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് നമുക്ക് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ ഒരു സബ്സ്ക്രൈബർ, എങ്ങനെയാണ് നിങ്ങൾ കറിവേപ്പിൻ്റെ ഇല ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കലെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലല്ല, ഒരുപാട് വീഡിയോസിൽ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ എടുക്കണത് ബോക്സിൽ നിന്ന് എടുക്കണത് കണ്ടിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിനത്. അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കൽ ഇങ്ങനെ കേട്ടോ. ആദ്യം ഇതിങ്ങനെ ഊരിയിട്ട് നല്ലോണം കഴുകി ഇതേപോലെ വെള്ളം ചോരാൻ വെക്കും. ഇപ്പോൾ നല്ല പൊടിയാണല്ലോ, അപ്പോൾ കറിവേപ്പിൻ്റെ ഇല നല്ലോണം കഴുകണം. അതേപോലെ തന്നെ പിന്നെ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളം ചോരാനായിട്ട് വെക്കും. നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവാൻ പറ്റില്ല കേട്ടോ. വെള്ളത്തിൻ്റെ നനവ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയാവും. ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേന് തന്നെ കളർ ഇങ്ങനെ വ്യത്യാസം വരും. അപ്പോൾ ഞാനത് വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറിന് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നതാ കറൂത്ത വെച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്. കറൂത്ത, പപ്പായ, കറുമൂസ, കപ്പളങ്ങ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ടല്ലേ അതിന്. ഓരോ നാട്ടിലും ഓരോരോ പേര്. ഞങ്ങളവിടെ കറൂത്ത എന്നാട്ടോ അധികം പറയൽ. കറൂത്ത പപ്പായ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു പീലറൊക്കെ വെച്ചാണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്.
ഞാൻ ഈ കറുത്ത വെച്ചാണ്ട് പിന്നെ മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ ഉണ്ട്, അപ്പോൾ ചിക്കൻ പൊരിക്കും ചെയ്യാം. അതേപോലെ ഈ ഒരു കറുത്തോണ്ട് മോരുകറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഞാൻ ആ തൊലി കളഞ്ഞ പിലറില്ലേ, അതൊരു കപ്പ് പോലെയാണ് കേട്ടോ. നമ്മളിങ്ങനെ തൊലി കളഞ്ഞാലും ആ തൊലി പുറത്തേക്കൊന്നും പോകില്ല. കൗണ്ടർ ടോപ്പുമ്പോഴും അവിടെ ഇവിടെ ഒന്നും വൃത്തിയേടാവുകയൊന്നും ചെയ്യൂല കേട്ടോ. ആ കപ്പക്കാണ് വരിക. അപ്പോൾ അതങ്ങനെ ചുട്ടിക്കൂട്ടി കൊണ്ടുപോയി കളഞ്ഞും ചെയ്തു. പിന്നെ അതാ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടതിന് ഇത് കുറേ ദിവസമായിരിക്കണം കേട്ടോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ലോണം കട്ടായിട്ടാണുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് കട്ട വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ അതിൻ്റെ മേലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലിടുന്നതിനെക്കാട്ടിൽ നല്ലത് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് കല്ലുപ്പ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് അതേപോലെ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഐസ് വേറിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കറുത്തൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എൻ്റേത് കുറച്ച് വലിപ്പം കൂടിയിരിക്കണം കേട്ടോ. അത്ര വലിപ്പമൊന്നും വേണ്ടില്ലേനി തോന്നി. പിന്നെ ഞാൻ വല്ല കുമ്പളങ്ങി കട്ട് ചെയ്യുന്ന പോലെ ഉണ്ട് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെന്ത് കിട്ടും നല്ലോണം. അപ്പോൾ ഞാനൊരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് കൊടുത്ത് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളെ ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞ അടുക്കല്ലേ, അപ്പോൾ ആ ഒരു അടുപ്പത്ത് വേഗം ഇതാണ് കൊണ്ടുപോയി വെച്ചാൽ അതവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും. അപ്പോൾ പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് തേങ്ങ അരച്ചാണ്ട് കറിക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം അത് വേവിച്ചെടുക്കാം. അപ്പോൾ ചോറ് ഇതാ ഞാൻ അവിടെ ഊറ്റി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മൺകലത്തിൽ ചോറ് വെക്കുമ്പോഴേ വാർക്കാനൊരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വാർക്കലില്ല. നേരെ മറിച്ച് ഗ്യാസുമ്മൽ സ്റ്റീൽ കുടുക്കിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ചോറ് വാർക്കലാണ്. വാർക്കണതാണ് സുഖം. ചോറും തന്നെ നല്ല എന്താ പറയുക, നല്ല ഉഷാറായിട്ട് കിട്ടും വാർത്തെടുക്കുമ്പോൾ. ഊറ്റുമ്പോൾ അങ്ങനെ കിട്ടൂല എന്നല്ല കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. അതേപോലെ കറി അടുപ്പത്ത് വെച്ചു. പിന്നെ അതാ നമ്മൾ കറിവേപ്പിൻ്റെ ഇല വെള്ളം ചോരാൻ വെച്ചിട്ടില്ലേ ഇനിയോ, ആ ഒരു കറിവേപ്പിൻ്റെ ഇല ഞാനൊരു കോട്ടൻ്റെ നല്ല വൃത്തിയുള്ളൊരു തുണിക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, വെള്ളമൊക്കെ വറ്റും, പക്ഷെ അത് ഉണങ്ങും, ചെറിയൊരു വാട്ടം വരും. അപ്പോൾ അതില്ലാതെ വെക്കാനാണ് കേട്ടോ അങ്ങനെ കാട്ടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഇതിപ്പോൾ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഈ കറിവേപ്പിൻ്റെ ഇല അതുപോലെ പിന്നെ ബോക്സിലാക്കി വെച്ചിട്ട്. ഇപ്പോഴും കണ്ടോ ചില ഇലകളൊക്കെ ഉള്ളൂ കളർ വ്യത്യാസം വന്നിട്ട്, ബാക്കിയുള്ളതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. ചെറിയ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണ ഇലക്കാണ് ആ കളർ വ്യത്യാസം പെട്ടെന്ന് വരിക. അപ്പോൾ ഞാൻ ഈ ഒരു കോട്ടൻ്റെ തുണിക്ക് കറിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു തുണിയും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൃത്തിയുള്ളതാവണം. ഇത് കഴുകാതെ തുടച്ചോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് പിന്നെ കഴുകാൻ നിൽക്കണ്ടേ. കഴുകിയൊക്കെ നല്ല വൃത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാനത് അതിൻ്റെ മേലെ ആ ഒരു തുണി വെച്ചിട്ട് അവിടുന്ന് എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം അതിമ്മ കൂടെ ആയിക്കോളും. ആ മേലെ നമ്മൾ തുണി വെച്ചില്ലേ, അതിമ്മക്ക് ആ വെള്ളമൊക്കെ വന്നോളും. അപ്പോൾ കുറച്ച് കഴിയട്ടെ, അപ്പോൾ തന്നെ നമുക്ക് വേറെ ജോലികളുണ്ടല്ലോ ഇവിടെ, അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റി കൊണ്ടുവന്ന് അതൊന്ന് വെള്ളം പൊട്ടിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന്. അങ്ങനെ വെള്ളമൊക്കെ പൊട്ടിച്ച് അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കണം. കയ്പങ്ങ കൊണ്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കണത്. കയ്പങ്ങക്ക് വയസ്സയക്കണം, കുറേ ദിവസമായിക്കണം കേട്ടോ കൊണ്ടുവന്നിട്ട്. അതിൻ്റെ ആ 2 അറ്റത്തും ചുളുക്കും കാര്യങ്ങളൊക്കെ വന്നിന്. അപ്പോൾ അതൊക്കെ ഞാൻ കളഞ്ഞ് പിന്നെ കഴുകി ഇതാ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കാന്താരിമുളകാണ് കേട്ടോ അതിലേക്ക് എടുക്കുന്നത്. തീയ കാന്താരി ആയതുകൊണ്ട് കീറിയിടാൻ ഗതികേടാണ്. പിന്നെ കയ്യുമ്മലായി കഴിഞ്ഞാലാണെങ്കിലും ഭയങ്കര നീറ്റൽ വയ്ക്കാൻ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു എന്താ പറയുക, നല്ല പാത്രമൊന്നുമല്ല, അങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിക്ക് കാന്താരി ഇട്ട് കൊടുത്താണ്ട് കല്ലോണ്ടൊന്ന് കുത്തി ചതച്ച് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. നല്ല കാന്താരി മുളകിൻ്റെ എരിവ് എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ ഇവിടെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചെറിയൊരു സവാളൻ്റെ കഷ്ണം ചെറുതാക്കി അരിഞ്ഞിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ 2-3 കാന്താരി മുളക് ഉണങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽ മുളകിന് പകരമായിട്ട് ഈ ഉണങ്ങിയ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കൽ. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടേന്. അങ്ങനെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കയ്പങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അതേപോലെ തേങ്ങ ചതച്ചിടുകയോ ഒന്നും ചെയ്യണില്ല. ഇതിപ്പോൾ കാര്യമായിട്ട് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും, കാരണം
കയ്പ്പങ്ങ കുട്ടികൾക്കൊന്നും വല്ലാതെ പോവില്ല, അതിൻ്റെ ആ ഒരു കയ്പ്പ് ഇഷ്ടമല്ല അവർക്കൊന്നും. എനിക്കിഷ്ടാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറേ ദിവസത്തേക്കുള്ളത് കൊണ്ടുവന്നിട്ടു. ഒന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഉപ്പാനോട് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കയ്പ്പങ്ങയൊക്കെ വെന്തിട്ടുണ്ടായിനി. ഇപ്പാക്ക് ഇങ്ങനെ കയ്പ്പങ്ങ വെച്ചാൽ പറ്റൂല കേട്ടോ. ഇപ്പാക്ക് കയ്പ്പങ്ങ വെക്കുകയാണെങ്കിൽ കയ്പ്പങ്ങ ആദ്യം തിളപ്പിച്ച് ഊറ്റണം. എന്നിട്ട് കുറേ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് അതിക്കിട്ട് കൊടുക്കുക കയ്പ്പങ്ങ. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഉപ്പാക്ക് ഇഷ്ടം. അപ്പോൾ എന്തായാലും നമ്മളെ കയ്പ്പങ്ങയൊക്കെ വെന്ത് ഞാൻ വാങ്ങി വെച്ച് അടുപ്പത്തു നിന്ന്. ഇനിയിപ്പോൾ നമുക്ക് കറിക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് തൈര് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ അരച്ച് ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ നമ്മളെ ചിക്കൻ ഇതാ ഐസ് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തോണ്ടാണ് കേട്ടോ അത്ര പെട്ടെന്ന് ഇങ്ങനെ ഐസ് വിടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ കല്ലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലിട്ടാലും കുറച്ച് സമയമൊക്കെ പിടിച്ചും അതൊന്ന് വേറിട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ കല്ലുപ്പ് ഇട്ടതുകൊണ്ട് ഇതാ അങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ അടർത്തി കൊടുത്താൽ ഇങ്ങനെ അടർന്ന് പോരും കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഐസൊക്കെ ഉരുകി നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കറിയൊക്കെ വെന്തിക്കണമെന്ന് നോക്കി. അപ്പോൾ കറിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച്. അത് വലിയ പീസാക്കിയിട്ടല്ലേ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ ഞാൻ കയ്യിലോണ്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പയ്ക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ചൊഴിച്ചാൽ പിന്നെ കറി തിളക്കരുത്. കറി തിളച്ച് കഴിഞ്ഞാൽ കാണാനും ഭംഗി ഉണ്ടാവില്ല, പിരിയും ചെയ്യും. അപ്പോൾ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ്ട് പിന്നെ അതേപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തിള വരുമല്ലോ, ആ തിള വരുന്ന സമയത്ത് നമുക്ക് തൈര് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കട്ടുള്ള തൈരാണെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ചേർത്താലും മതി. ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഉടച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ കറുത്തക്കറി റെഡി ആയിട്ടുണ്ട്. കറുത്തുകൊണ്ട് മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ ഉലുവയും കടുകും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകൊക്കെ ഇട്ടാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിന് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ കറി കളർ കുറവായപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താണ്ട് അതിക്ക് തൂമിച്ചൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കറുത്ത കറി റെഡി ആയിട്ടുണ്ട്. കറി ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ, തൂമിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ചു വെക്കണം, എന്നാലുള്ളൂ ആ വെളിച്ചെണ്ണൻ്റെയും കടുകിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലോണം കറിക്കാണ്ട് ഇറങ്ങി ചെല്ലുക. അപ്പോൾ നമ്മൾ ഇത് തുറക്കുന്ന സമയത്ത് നല്ല സ്മെല്ലേക്കാരം കേട്ടോ. ഇനിയിപ്പോൾ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിൽ നമുക്ക് മസാല തേച്ച് വെക്കാം. ചിക്കനൊക്കെ ഞാൻ കഴുകി വെള്ളം ചോരാനൊക്കെ വെച്ചിന് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാത്രത്തേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടിയൊന്നും പൊടിച്ചതില്ല, അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ 2 സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കോഴിമുട്ട ഉണ്ടെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാക്കാറ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കോഴിമുട്ട ഇല്ലേ ഇനി, അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഴിമുട്ട ചേർത്തിട്ടില്ല. മൈദയും കോൺഫ്ലവറും ഒക്കെ ചേർത്തതിന് ശേഷം ആദ്യം ഒക്കെ കൂടെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളം അധികം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് കോഴിമുട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. കോഴിമുട്ടയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ കളറും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം നമ്മളെ മുളക് പൊടിക്കുള്ള കളർ തന്നെ ഉള്ളൂ. കഴിയുന്നതും നമ്മൾ ഇതേപോലെ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് കളറൊന്നും ചേർക്കാതെ നിൽക്കുകയാണ്. ഫുഡ് കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ വയറ്റിക്കല്ല ആ ഒരു വിഷം കാര്യങ്ങളൊക്കെ ചെല്ലുക. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം തന്നെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഇതാ നമ്മളെ കറിവേപ്പിൻ്റെ ഇല ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ എന്താ പറയുക, അത് വന്ന് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതേപോലെ ഈ തുണി കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോവും. ഇതാ വെള്ളമൊക്കെ ഒരുവിധം ഇതിന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിലാക്കിയാണ്ട് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബോക്സിൽ തന്നെ ആക്കണമെന്നൊന്നുമില്ല. ഈ സാധാ
പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ അതിൽ ഇട്ടുകൊണ്ട് കെട്ടിയാണ്ട് വെച്ചാൽ മതിട്ടോ ഫ്രിഡ്ജിൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. ബോക്സിൽ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ബോക്സിൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ബോക്സിലാക്കിയിട്ടാട്ടോ അത് വെക്കണത്. ഇനിയിപ്പോൾ പഴയതിക്ക് ഇത് ഇടണ്ടാന്ന് വിചാരിച്ച് അത് വേറെ വെച്ചിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇലക്ക് ചിലപ്പോൾ ഭയങ്കര ക്ഷാമാട്ടോ. നമ്മളവിടെ ഉണ്ട് കറിവേപ്പിൻ്റെ തൈയൊക്കെ, പക്ഷേ അതിന്മേൽ ശരിക്കും ഇങ്ങോട്ട് ഉണ്ടാവണില്ല. അത് കാനലിൽ പെട്ടിട്ടാണ് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മേലെ കൂടെ കറുത്ത പുള്ളിയൊക്കെ വന്നിട്ട് ഒരു വൃത്തികേടായങ്ങാണ്ടാണ്. ഇല ഒരു ഭംഗിയില്ല കാണാൻ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല കിട്ടുമ്പോൾ സൂക്ഷിച്ച് വെക്കണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കുക്കിങ്ങും കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യാൻ. കുറേ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഓയിലൊക്കെ വെറുതെ വേസ്റ്റ് കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ പിന്നെ ഉപയോഗിക്കാതിരിക്കല്ലേ നല്ലത്. ഞാൻ ഉപയോഗിക്കലില്ല കേട്ടോ. ഞാൻ അതേപോലെ തന്നെ മാക്സിമം കുറേശ്ശെ ഓയിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ സംഭവത്തൊക്കെ ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ജീവിക്കണ കാലം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കണ്ടേ. അപ്പോൾ കുറച്ചൊക്കെ നമ്മളും ഹെൽത്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ലാസ്റ്റത്തെ ട്രിപ്പാട്ടോ ഇത്. ഇപ്പോൾ കണ്ടോ ഇതിൽ ഓയിലൊന്നും ഇല്ല കേട്ടോ. ഇനി നമ്മൾ ആ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ചിക്കനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി മുട്ടയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇനിയിപ്പോൾ ഒക്കെ ആയല്ലോ. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ, കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. പിന്നെയുള്ള ജോലികൾ അതൊക്കെയാണ്. ചോറും കറികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗം ആദ്യം ക്ലീൻ ആക്കിയിടും. എന്നിട്ട് കുക്ക് ചെയ്തതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് പിന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗം വൃത്തിയാക്കൽ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു, ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും തീർന്നു, കിച്ചണിലത്തെ ക്ലീനിങ്ങും കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ഉണ്ട് ചെയ്യാൻ. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ നമ്മളെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കയ്പങ്ങ ഉപ്പേരി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കറുത്ത് വെച്ചിട്ടുള്ള മോര് കറിയും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കഷ്ണം ചിക്കനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.